Hello guys, welcome back to our channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിലെ മെഡീവിയൽ വേൾഡ് സെൻറ്റർ ഓഫ് പവർ എന്ന ചാപ്റ്ററാണ്. അപ്പോൾ ആദ്യം നമുക്ക് J.D. ബേർണറിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, അത് നമുക്ക് വായിക്കാം. The Middle Age was an era of the growth of civilization worldwide. The economic transformation brought by the medieval life and its characteristic were the cause of the revolutionary changes in the 16th century. അപ്പോൾ ഇത് വായിച്ചതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ദ മെഡീവിയൽ പീരീഡ്? മെഡീവിയൽ പീരീഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഇറ്റ് വാസ് എറ ഓഫ് growth of civilization worldwide. Other one is economic transformation brought by the medieval life and its characteristics were the cause of the revolutionary changes in 16th century. 16ാം നൂറ്റാണ്ടിലെ റെവല്യൂഷണറി ചേഞ്ചസിനുള്ള കാരണം എന്തൊക്കെയാണ്? മെഡീവിയൽ ലൈഫ് കൊണ്ടുണ്ടായ ഇക്കോണമിക് ട്രാൻസ്ഫോർമേഷനും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും ആണ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ കേട്ടു. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലേ, വാട്ട് ഈസ് മെഡീവിയൽ പീരീഡ്? മെഡീവിയൽ പീരീഡ് എന്നാൽ എന്ത് എന്നൊരു ക്വസ്റ്റ്യൻ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ അതിനുള്ള ആൻസർ നമ്മളെ കയ്യിലുണ്ട്. ദ പീരീഡ് ബിറ്റ്വീൻ 5th and 15th centuries, 5ാം നൂറ്റാണ്ടിനെയും 15ാം നൂറ്റാണ്ടിൻ്റെയും ഇടയിലുള്ള ആ ഒരു പീരീഡിനെയാണ് എന്ത് പറയുന്നത്? മെഡീവിയൽ പീരീഡ്. അതൊരു ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷനാണ്. നമ്മൾ ചാപ്റ്ററിൽ പഠിക്കുന്ന ഫസ്റ്റ് തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ് ഇതൊക്കെ. മെഡീവിയൽ പീരീഡ് ഡസൻ റെഫർ ടു ദ സെയിം പീരീഡ് ഓൾ ഓവർ ദ വേൾഡ്. ലോകത്ത് എല്ലായിടത്തും ഒരേ പീരീഡിൽ തന്നെ, ഐ മീൻ 5ഉം 15നും ഇടയിൽ തന്നെ, പക്ഷെ അത് ഓരോ ചില മാറ്റങ്ങൾ ഉണ്ടാവും ഓരോ ഭാഗത്തും. മെഡീവിയൽ പീരീഡിൻ്റെ പൊളിറ്റിക്കൽ സ്ട്രക്ചർ, അഥവാ പൊളിറ്റിക്കൽ സ്ട്രക്ചർ എല്ലായിടത്തും ഏകദേശം സിമിലർ ആയിരുന്നു. പക്ഷേ അതോറിറ്റിയിലും അഡ്മിനിസ്ട്രേഷനിലും ഫോമിൽ ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക, അമേരിക്ക തുടങ്ങിയ സ്ഥലങ്ങളിൽ ഡിഫറൻസ് ഉണ്ടായിരുന്നു. പൊളിറ്റിക്കൽ സ്ട്രക്ചർ വാസ് ദ സെയിം, ബട്ട് ദർ വാസ് ഡിഫറൻസ് ഇൻ ഫോം ഓഫ് അതോറിറ്റി. ഓക്കെ, നമുക്ക് ഇനി ഈ റോമൻ എംപയർ ആണ്. Then comes the Holy Roman Empire, then Arab Empire, the Ottoman Empire, the Mongol, the Mali, China and Japan and the Medieval America. അപ്പോൾ ഇതൊരു ഈസി ചാപ്റ്ററാണ്. നമ്മളെ സോഷ്യൽ സയൻസിലെ ഹിസ്റ്ററിയിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ തന്നെയാണത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോയിൽ നമുക്ക് ഈസ്റ്റേൺ റോമൻ എംപയറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. It was the first point to remember about Eastern Roman Empire is that it is the largest ancient empire. Okay, ധാരാളം എംപയർസ് ഉണ്ടായിരുന്നു അല്ലേ മെഡീവിയൽ പീരീഡ്? അതിൽ ഏറ്റവും വലുത് ഏതാണ്? ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് വൺ. യെസ്, ഇറ്റ്സ് ദ ഈസ്റ്റേൺ റോമൻ എംപയർ. For administrative convenience, the Roman Emperor Diocletian divided the empire into two in the 4th century. 4ാം നൂറ്റാണ്ടിൽ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിന് വേണ്ടിയിട്ട് റോമൻ എംപറർ എന്ത് ചെയ്തു? ഈസ്റ്റേൺ റോമൻ എംപയറിനെ അഥവാ റോമൻ എംപയറിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഏതൊക്കെയാണത്? വെസ്റ്റേൺ റോമൻ എംപയറും ഈസ്റ്റേൺ റോമൻ എംപയറും. വെസ്റ്റേൺ റോമൻ എംപയറിൻ്റെ ക്യാപിറ്റൽ ഏതാണ്? റോം. ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെയോ? കോൺസ്റ്റാന്റിനോപ്പിൾ. ഇറ്റ് ഈസ് ഏർലിയർ നോൺ ആസ് ബൈസാന്റിയം. അതുകൊണ്ട് തന്നെ ഈസ്റ്റേൺ റോമൻ എംപയർ വാസ് അതർവൈസ് കോൾഡ് ബൈസാന്റൈൻ എംപയർ. ഓക്കെ, അപ്പോൾ ഈ പേജിൽ നമ്മൾ പഠിച്ച പോയിന്റ്സ് എന്തൊക്കെയാണ്? ഈസ്റ്റേൺ റോമൻ എംപയർ വാസ് ദ ലാർജസ്റ്റ് ആൻഷ്യന്റ് എംപയർ. അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിന് വേണ്ടിയിട്ട് റോമൻ എംപയർ ഡയക്ലീഷ്യൻ ഡിവൈഡഡ് ദ റോമൻ എംപയർ ഇൻടു ടു, വിച്ച് ആർ ദ വെസ്റ്റേൺ റോമൻ എംപയർ വിത്ത് ദ ക്യാപിറ്റൽ റോം and Eastern Roman Empire with its capital Constantinople, which is also earlierly known as Byzantium, and hence Eastern Roman Empire is also called Byzantine Empire. Okay, let's move to the part. History will judiciously forget the wars of Justinian and remember him for his laws. വിൽജുരൻ സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ എന്ന പുസ്തകത്തിൽ വിൽജുരൻ്റെ ജസ്റ്റീനിയൻ എന്ന ഒരാളെ കുറിച്ച് ഡിഫൈൻ ചെയ്ത വേർഡ്സ് ആണ്. ഓക്കെ, ഹിസ്റ്ററി വിൽ റിമെമ്പർ his laws and judiciously forget his wars. Okay, now the question that arises, who is Justinian, right? Okay, so നമുക്ക് Justinian ആരാന്നുള്ളത് പഠിക്കാം. Observation of Vildurren about Justinian, the famous Eastern Roman emperor, is given above. The greatest contribution of Justinian is the codification of all existing Roman laws into a code of law, corpus juris civilis. ഓക്കെ, എന്താണ് അദ്ദേഹം ചെയ്തത്? ഓക്കെ, ഒരു കാര്യം മനസ്സിലായി. ഒരു പ്രധാനപ്പെട്ട റോമൻ എംപറർ ആയിരുന്നു ആര്? ജസ്റ്റീനിയൻ.
അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ നമുക്ക് നേരത്തെ തന്നെ വിൽഡ്യൂറിൻ്റെ വേർഡ്സ് മനസ്സിലാക്കി. അദ്ദേഹത്തിൻ്റെ ലോസിനെയാണ് റിമെമ്പർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് അദ്ദേഹം ലോസിന് വേണ്ടി ചെയ്തതെന്ന് നോക്കാം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത് റോമിൽ അന്ന് നിലനിന്നിരുന്ന എല്ലാ ലോസും കോഡിഫൈ ചെയ്ത് ഒരു കോഡ് ഓഫ് ലോ അദ്ദേഹം ഫോം ചെയ്തു. ആ കോഡ് ഓഫ് ലോയുടെ പേരെന്താണ്? കോപ്പസ് ജുറിസ് സിവിലിസ്. ഓക്കെ, കോപ്പസ് ജുറിസ് സിവിലിസ് ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ഓക്കെ, ഇതിലെ എക്സാമിൽ ധാരാളം ക്വസ്റ്റ്യൻസ് മുമ്പ് വന്നിട്ടുണ്ട്. ഇറ്റ്സ് ബേസ്ഡ് വാട്ട് ആർ ബേസിസ് ഓഫ് ജസ്റ്റീനിയൻ കോഡ്സ്. ഓക്കെ, ദ പ്രിൻസിപ്പിൾസ് ഓഫ് റീസണിങ്, ജസ്റ്റിസ് ആൻഡ് ജനറോസിറ്റി. ധാരാളം രാജ്യങ്ങൾ ഇദ്ദേഹത്തിൻ്റെ കോപ്പസ് ജുറിസ് സിവിലിസ് അവരുടെ നിയമങ്ങൾ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മെനി നേഷൻസ് അഡോപ്റ്റഡ് ഇറ്റ് ഫോർ ഫ്രെയിമിംഗ് ദി ലോസ്. ഹിയർ ഇറ്റ്സ് ഗിവൺ. Justinian codes also serve as the base of code of law of the French ruler Napoleon. Napoleon നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ, വാർ ഓഫ് വാട്ടർലൂലാണ് അദ്ദേഹം മരണപ്പെട്ടതെന്നൊക്കെ അറിയാം. ഓക്കെ, ജസ്റ്റീനിയൻ കോഡ്സ് ആണ് നെപ്പോളിയൻ എന്ന ഫ്രഞ്ച് റൂളറിൻ്റെ കോഡ് ഓഫ് ലോ ബേസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കോപ്പസ് ജുറിസ് സിവിലിസ് എന്താണെന്ന് നോക്കാം. കോപ്പസ് ജുറിസ് സിവിലിസ്, ദ കോഡ്, ദ ഡൈജസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്. കോഡ് എന്ന് പറയുന്നത് റോമൻ എംപയറിൽ നിലനിന്നിരുന്ന പ്രിവെയിൽ ചെയ്തിരുന്ന ലോസ് കണ്ടെയ്ൻ ചെയ്യുന്ന ബുക്കാണ് കോഡ്. ആൻഡ് വാട്ട് ഇസ് ഡൈജസ്? ഡൈജസ് ഇസ് ദ ബുക്ക് വിച്ച് റെക്കോർഡ്സ് ഒപ്പീനിയൻ ഓഫ് ജുറിസ്റ്റ് റിഗാർഡിംഗ് ജുറിസ്റ്റിൻ്റെ ലോസിന് അനുബന്ധമായിട്ടുള്ള ജുറിസ്റ്റുകളുടെ ഒപ്പീനിയൻ റെക്കോർഡ് ചെയ്ത പുസ്തകത്തിൻ്റെ പേരെന്താണ്? ഡൈജസ്റ്റ്. ആൻഡ് വാട്ട് ഇസ് ഇൻസ്റ്റിറ്റ്യൂട്ട്? ഇറ്റ്സ് എ സ്മോൾ ബുക്ക് ഇൻറ്റൻഡഡ് ഫോർ ദ സ്റ്റഡി ഓഫ് ലോ. നിയമപഠനത്തിന് വേണ്ടിയിട്ട് ഇൻറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരു സ്മോൾ ബുക്കാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദ ഈസ്റ്റേൺ റോമൻ എംപയർ ബിഗാൻ ടു ഡിക്ലൈൻ ആഫ്റ്റർ ജസ്റ്റീനിയൻ. ജസ്റ്റീനിയൻ ഒരു പവർഫുൾ ആൻഡ് ഫേമസ് ഈസ്റ്റേൺ റോമൻ എംപററാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിന് ശേഷം, അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം എന്ത് സംഭവിക്കാൻ തുടങ്ങി? ഈസ്റ്റേൺ റോമൻ എംപയർ എന്തായി? ഈസ്റ്റേൺ റോമൻ എംപയർ ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങി. ഇറ്റ് കൊലാപ്സ് വിത്ത് ദ ക്യാപ്ചർ ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ബൈ ദ ടർക്സ് ഇൻ ദ 15th century. സാധാരണ ഒരു രാജ്യം പലപ്പോഴും അതിൻ്റെ ക്യാപിറ്റൽ സിറ്റിയെ കീഴടക്കി, അല്ലാണ് ആ രാജ്യം ഏകദേശം കീഴടക്കിയ പോലെയാണല്ലോ. അപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ ക്യാപിറ്റൽ ടർക്സ് 15ാം നൂറ്റാണ്ടിൽ ടർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിള് കീഴടക്കിയ ശേഷം അതോടുകൂടി എന്തായി? ഈസ്റ്റേൺ റോമൻ എംപയർ പൂർണ്ണമായും തകർന്നു. ഓക്കെ, സോ ഇൻ ദിസ് വീഡിയോ വി സോ ഫാർ ഡിസ്കസ്ഡ് അബൌട്ട് ദ ഈസ്റ്റേൺ റോമൻ എംപയർ. നമുക്ക് അത് റിവൈസ് ചെയ്യാം. ഓക്കെ, റോമൻ എംപയർ വാസ് ദ ലാർജസ്റ്റ് ആൻഷ്യന്റ് എംപയർ. അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിന് വേണ്ടി റോമൻ എംപറർ ഡൈക്ലീഷ്യൻ ഡിവൈഡഡ് ഇറ്റ് ഇൻ ടു 2, ഈസ്റ്റേൺ റോമൻ എംപയർ ആൻഡ് വെസ്റ്റേൺ റോമൻ എംപയർ. Western Roman Empire has a capital city at Rome, and Eastern Roman Empire has a capital city at Constantinople, or it is otherwise called Byzantium. Hence, Eastern Roman Empire is called Byzantine Empire. Justinian was a famous Eastern Roman emperor. His greatest contribution is the codification of all existing Roman laws into a code of law, and it's known as Corpus Juris Civilis. Justinian codes were based on the principles of reasoning, justice, and generosity, and many nations adopted it for framing their laws, and it served as the base for the code of law by the French ruler Napoleon. Corpus Juris Civilis, that is code, the digest, institute. Code is a book which contains the laws prevailed in the Roman Empire. Digest, the book which records opinions of the jurists regarding the law, and institute is a small book which is intended for the study of law. Eastern Roman Empire began to decline after Justinian. It collapsed with the capture of Constantinople by the Turks in the 15th century. And that's how. If you like this video, don't forget to share with your friends and family, and don't forget to subscribe the channel. Thank you.